ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ടേൽസ് ബൈ ഇന്ദു ജീവൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ അജ്മീറിലാണ് കേട്ടോ. ജോധ്പൂരിൽ നിന്നും അജ്മീർ വരെയുള്ള യാത്രയും കാഴ്ചകളും നിങ്ങൾ കണ്ടില്ലേ. ബുള്ളറ്റ് ബാബ ടെമ്പിളൊക്കെ കണ്ടാണ് നമ്മൾ അജ്മീറിലെത്തിയത്. ഞങ്ങളിത് ഇവിടെ ഉള്ളത് അജ്മീറിലെ ഹോളിഡേ ഹോമിലാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തി ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്തിട്ടൊന്ന് പുറത്തിറങ്ങി. ഇനി നമുക്ക് കാണാൻ പോകേണ്ടത് പുഷ്കറാണ് കേട്ടോ. പുഷ്കറിലെ ബ്രഹ്മ ടെമ്പിളും ലേക്കും അവിടുത്തെ കുറച്ച് കാര്യങ്ങളുമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് പുഷ്കറിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയ വഴിയാട്ടോ. നമ്മുടെ ആ ഹോളിഡേ ഹോമിൽ നിന്ന് ഇറങ്ങി ഗൂഗിൾ മാപ്പ് പ്രകാരം ഞങ്ങളിത് ഒരു കുഞ്ഞു വഴി കൂടെ കയറിയിരിക്കുകയാണേ. നല്ല തിരക്കുള്ള വഴിയാണ്. നമ്മൾ അജ്മീർ ടൗണിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പുഷ്കറിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പുഷ്കർ എന്ന് പറയുമ്പോഴേ അത് ഒരു പുണ്യ നഗരമാണ് കേട്ടോ. രാജസ്ഥാനിൽ അജ്മീറിൽ നിന്ന് 10 കിലോമീറ്റർ മാറിയാണ് പുഷ്കർ ഉള്ളത്. പുഷ്കർ ഒരു പുണ്യ നഗരമാണ് കേട്ടോ. അതായത് ഒരുപാട് ആരാധനാലയങ്ങൾ, സിഖ് മതക്കാരുടെയും ഹിന്ദുക്കളുടെയും ഒരുപാട് ആരാധനാലയങ്ങളാണ് പുഷ്കറിലുള്ളത്. ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും ഉണ്ട്. ഇന്ത്യയില് എന്താ പറയാ, ഒരേ ഒരു ബ്രഹ്മക്ഷേത്രം, ഏറ്റവും പ്രശസ്തമായ ഒരു ബ്രഹ്മക്ഷേത്രം അവിടെയാണ് ഉള്ളത്. തീർത്ഥരാജ് പുഷ്കർ, തീർത്ഥങ്ങളുടെ രാജാവ്. അവിടെ ഒരുപാട് തീർത്ഥങ്ങളുണ്ട്. നമ്മള് ധനുഷ്കോടിയിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് പുണ്യ തീർത്ഥങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പുണ്യ നഗരമാണ്. അതുകൊണ്ട് മാത്രം തന്നെ അവിടെ നോൺ വെജ് ഫുഡ് ഒന്നും അലൗഡ് അല്ല. ഫുഡ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. മുട്ട പോലും അലൗഡ് അല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി പുഷ്കറിനുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ഗംഗാ ആരതി പോലെ വൈകുന്നേരം 7 മണിക്ക് ഒരു ആരതി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ചടങ്ങ് വൈകിട്ട് 7 മണിക്കാണ്. അപ്പൊ അതും കൂടി പറ്റുമെങ്കിൽ നമുക്ക് കാണും. പിന്നെ നമ്മൾ പറഞ്ഞത് സിഖ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗുരു നാനാക്കിന്റെയും ഗുരു ഗോവിന്ദ് സിംഗിന്റെയും ഗുരുദ്വാരകളും അവിടെ ഉണ്ട്. സിഖ് മതക്കാരും ഹിന്ദു മതക്കാരും ഒരേപോലെ പുണ്യഭൂമിയായിട്ട് കരുതുന്ന പുഷ്കർ, തീർത്ഥങ്ങളുടെ നാട് പുഷ്കർ, അവിടേക്കാണ് നമ്മള് പോകുന്നത്. ഇപ്പൊ നമ്മളൊരു കയറ്റം കയറാണെന്ന് പറയാം അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു മല കാണുന്നുണ്ട്, അതിലൂടെ റോഡും ഉണ്ട്. നമ്മളും ആ വഴി തന്നെയാണ് പോകേണ്ടതെന്നാ തോന്നുന്നത്. മുകളിലൂടെ കാറൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് നോക്കാം. ഇത് കണ്ടോ, കയറ്റം കയറി തുടങ്ങിയല്ലേ. ഒരു ഘാട്ട് കയറുന്ന പോലെ. ഇത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. ഒരുപാട് കാറുകൾ അങ്ങോട്ട് പോകുന്നു, തിരിച്ചതുപോലെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് പോയി നോക്കാം അല്ലേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പുഷ്കർ പോകുന്നത്. ഇതുവരെ പോയിട്ടില്ല. രാജസ്ഥാനിൽ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ പുഷ്കറിൽ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് പോകുന്നത്. അതെ, അവിടെ എന്തോ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മേളിൽ ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണാം. കാക്ടസും ആ മുള്ളുചെടിയും ഒക്കെ ആയിട്ട് ഇതേ കണ്ടോ. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്ക് ചെടികളൊക്കെ ഉണ്ട്. അജ്മീർ ടൗണിന്റെ വിദൂര ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു കയറ്റം കയറുമ്പോഴേക്കും അതെ ഒരു മല വെട്ടി തുരന്നുണ്ടാക്കി റോഡിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. 2 സൈഡിൽ കണ്ടില്ലേ, വലിയ വലിയ പാറകളുണ്ട്. വ്യൂ പോയിന്റ്സ് ഉണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്. വ്യൂ പോയിന്റ്സ് ഉണ്ട്. അവിടെ കുറെ കച്ചവടക്കാരും കണ്ടോ. അവിടെ ആൾക്കാരൊക്കെ കയറി നിന്ന് കാഴ്ചകൾ കാണുന്നു. ഇവിടെ കച്ചവടം നടക്കുന്നു. അതെ, ചോളം. ഒരു കണ്ണുമൂക്കും ഇല്ലാത്ത ഒരു വെറുതെ ചുമ്മാ എന്താ പറയാ, ഒരു ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നത്. കയറി പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫുൾ രാജസ്ഥാനിലും ആ ഒരു തീർത്ഥാടകരുടെ തിരക്കുള്ളത് പോലെ ഇവിടെ ഉണ്ടാവും അറിയില്ല അല്ലേ. ഉണ്ടാവണം. അവിടെ പൊടി വെച്ചിട്ട് വണ്ടിയിലൊക്കെ പോയിട്ട് ആൾക്കാർ വരുന്നത് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല അവിടുത്തെ അവസ്ഥ. നല്ല തിരക്കാൻ തോന്നുന്നല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ വണ്ടികൾ ഒരുപാട് ആൾക്കാർ നിറഞ്ഞിങ്ങനെ വരുന്നു. ബൈക്കുകളുണ്ട്. പുഷ്കർ, ബുഡാ പുഷ്കർ. ഓക്കെ, ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളുടെയൊക്കെ ബോർഡ് കാണുന്നുണ്ടല്ലേ.
പുഷ്കർ ഹെറിറ്റേജ്, പുഷ്കർ പ്രൈഡ്, ക്യാമ്പ് ആൻഡ് റിസോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാണുന്നുണ്ട് സ്റ്റേ ഓപ്ഷൻസ്. എനിക്കൊന്ന് ഒരുപാട് വിദേശികൾ വരുന്ന സ്ഥലം അല്ലേ ഇത് പുഷ്കർ. ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണ്. ടൂറിസ്റ്റ് ടാക്സീസും ഇഷ്ടം പോലെ വരുന്നുണ്ട്. അമർബാഗ് റിസോർട്ട്, ജെയിൻ പുഷ്കർ റെസ്റ്റോറന്റ്. പശുവിന് തീറ്റ കൊടുക്കുന്നുണ്ട് അവര് വണ്ടിക്ക്. ഓ, പശുക്കളെല്ലാം കൂടി വണ്ടിക്കകത്തോട്ട്. അതേണ്ട തീറ്റ തിന്നാനായിട്ട് ബഹളവാ കണ്ടോ. നമ്മളൊരു മല കയറി താഴേക്ക് ഇറങ്ങി. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ആ മന്ദിർ എന്ന് പറയുന്നത്. ആ മേളിലും മലയുടെ മേളിൽ കണ്ടോ സാവിത്രി മാതാ മന്ദിർ. ദൂരെ ഒരു മലയുടെ മേളിലൊരു അമ്പലമുണ്ട്. അതിൽ റോപ്പ് വേ ഉണ്ട് കേട്ടോ. ആ അമ്പലത്തിലേക്ക് പോവാൻ റോപ്പ് വേസ് ഒക്കെ ഉള്ളതാണ്. ഇതും അതെ, ബാബ രാംദേവ് തീർത്ഥാടകരാണിത്. നമുക്ക് 2.7 കിലോമീറ്റർ ആട്ടോ പറയുന്നത് ബ്രഹ്മ ടെമ്പിളിലേക്ക്. റോഡ് നല്ല മോശം കേട്ടോ. റോഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഇല്ല. പാതാളം പോലെ എന്താ പറയാ, നമുക്ക് പറയാം. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ മഹാബലി വന്നിട്ട് തിരിച്ചു പോയ വഴിയാന്നൊക്കെ, അങ്ങനെ കിടക്കുകയാണ്. പുഷ്കർ സരോവർ പിന്നെ ക്യാമൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടല്ലേ? അത് എപ്പോഴാ? കാർത്തിക മാസം എന്നാണ് പറയുന്നത്. കാർത്തിക മാസത്തിലെ എന്തോ പൗർണമി ദിവസം എന്തോ 5-6 ദിവസത്തെ പരിപാടിയുണ്ട്. ക്യാമൽ. ഇവിടെ എന്താ എൻട്രി ഫീ ഉണ്ടോ? 30 रुपये. 30. सर आगे में यहाँ पे 3 चीज देखने का है. सरोवर मंदिर, रेगिस्तान. कहाँ जाने का आपको? नहीं, टेम्पल का वर्ड में भगवान ब्रह्मा का एक ही. हाँ, मुझे मालूम है. मेरे पास बाइक होता है, गाड़ी सरोवर मंदिर के नजदीक लगाता हूँ. भगवान ब्रह्मा को श्राप क्यों लगाते हैं, इसका उत्पत्ति कैसे हुआ, आने का महत्व क्या है, वो सब मैं जानता हूँ. अच्छा, कोई रेगिस्तान घूमने का हो तो 50 रुपए लेता हूँ. नहीं, हम लोग अभी जैसलमेर से आ रहे हैं ना. अच्छा, वहाँ भी डेजर्ट घूमे वहाँ? हाँ, सभी. क्या चार्ज लगता है एक डेजर्ट? അപ്പൊ ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. 30 rupees ആണ്. അപ്പോഴേക്കും ഒരു ചേട്ടൻ വന്ന് കത്തി വെക്കാൻ തുടങ്ങി കേട്ടോ. മരുഭൂമി കാണിക്കാൻ പോവാം, അവിടെ പോവാം, ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ജയ്സാൽമീറിൽ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞപ്പോ എത്രയായി റേറ്റ്, എങ്ങനെയായി റേറ്റ് എന്നൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം പോയി പാർക്കിംഗ് കണ്ടുപിടിക്കണം അല്ലേ. വണ്ടി സേഫ് ആയിട്ട് ഇട്ടതിന് ശേഷം ബാക്കി കാര്യം. അപ്പൊ ഇത് ഇവിടുന്ന് ലെഫ്റ്റ് പോണം കേട്ടോ. നമുക്ക് ലെഫ്റ്റ് പോവാനാ പറയുന്നേ. പാർക്കിംഗ് ഉണ്ടാവോ അങ്ങോട്ട്? ഇടയ്ക്ക് ഭയങ്കര ശോകം. ഇതുണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതേ നമ്മള് ഈ പാലത്തിലേക്ക് കയറി കേട്ടോ. അത് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പാർക്കിംഗ് ആണോന്ന് അറിയില്ല കേട്ടോ. ആണോ? അവിടെ ഈ സഫാരി ചെയ്യുന്നവരുടെ പാർക്കിംഗ് ആവണം എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഒട്ടക വണ്ടിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സഫാരി ചെയ്യാൻ തോന്നുന്നുണ്ടോ. സവാരി ജീപ്പിലുണ്ട് സഫാരി. റെഗിസ്ഥാൻ ഇവിടെ ഏതോ പഴയ ഏതോ അമ്പലത്തിന്റെ ഭാഗങ്ങളോ അങ്ങനെയുള്ള കൽമണ്ഡപങ്ങളും ഒക്കെയാണ് കാണുന്നത് കേട്ടോ. രണ്ട് സൈഡും ഒട്ടക വണ്ടിയാ. ഇനി ഇവിടുന്ന് വലതുവശത്തേക്ക് അങ്ങോട്ട് പോകാനാ പറയണേ. പാർക്കിംഗ് എവിടെ? ഓ, പ്രൈവറ്റ് പാർക്കിംഗ്. കാള വണ്ടി പോവോ അങ്ങോട്ട്? 550 മീറ്റർ അല്ല, കാറ് പോകുന്ന സ്ഥലമാണോ ഒന്നും അറിയില്ല. റോഡുണ്ട്, നോക്കാം. പശുക്കൾ ഇങ്ങനെ വഴി മുടക്കി നിൽക്കുകയാണ്. മാറി 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 മാറി. അതെ, ഇതിനകത്ത് പാർക്ക് ചെയ്യണത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഓ ഓ ഓ, എന്നാലും സാരമില്ല, നമുക്ക് സേഫായിട്ട് ഇട്ടേക്കാമല്ലോ. ഇതൊരു റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ ഇവിടെ.
അവരായിരിക്കും ആ പാർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാൻഡ് ഫീസ്റ്റ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. ആ നല്ല പാർക്കിംഗ് ഉണ്ടല്ലോ, ഒത്തിരി സ്ഥലമുണ്ടല്ലോ. ഇതിനടുത്തിട്ടോ അവരുടെ അടുത്ത്. പുറമേന്ന് കണ്ട പോലെ അല്ല കേട്ടോ, ഉള്ളിലേക്ക് വന്നപ്പോഴത്തേ കണ്ടോ വലിയൊരു പാർക്കിംഗ് ആണ്. ഇവിടുത്തെ 10 സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ സ്റ്റേ ചെയ്യണമെന്നുള്ളവർക്ക് 10 സ്റ്റേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. അയ്യോ അതെ, ഒരു പൂമ്പാറ്റതിൻ്റെ ഇടയിലായി. എടുത്ത് അതിനെ ചത്തുപോവാതെ എടുക്കാൻ പറ്റുമോ? അയ്യോ അയ്യോ പതുക്കെ പതുക്കെ കല്ലു എടുത്തേനെ. നിക്ക് നിക്ക് നിക്ക്, ഞാൻ പതുക്കെ എടുക്കാം. ആ ഇവിടെ പുറത്ത് വെക്ക്, രക്ഷപ്പെടുവോ? വണ്ടി ഓടിയപ്പോൾ അത് ഇറുകി പോയതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഈ ഭാഗങ്ങൾ കണ്ടല്ലോ, കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പക്കാതെ കടകളും കാര്യങ്ങളും, തിരക്ക് കണ്ടില്ല, ഒരുപാട് തിരക്കാണ്. നമുക്ക് അങ്ങനെ എന്താ ഫ്രീ ആയിട്ട് നടക്കാനൊന്നും പറ്റില്ല, നല്ല തിരക്കാണ് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ സ്കൂട്ടറും ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ഏരിയ ആണ്. ഇത് കച്ചവടം തന്നെയല്ലേ ഇവിടുത്തെ മീനിന്റെ കച്ചവടം മാത്രമേ ഉള്ളൂ. ഷോപ്പിംഗ് ഏരിയ കണ്ടില്ലേ, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ പലയിടത്തും കണ്ടില്ലേ രാജസ്ഥാനി ടിപ്പിക്കൽ ഡ്രസ്സുകളുണ്ട്, ജൽജീരയുണ്ട്, നിമ്പൂപ്പാനിയുണ്ട്, കുറെ വളകളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവരുടെ ട്രഡീഷണൽ ജൂത്തി ഉണ്ട്. അങ്ങനെ അങ്ങനെ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് ഒരുപാട് വേണമെങ്കിൽ സാധനം മേടിക്കാം കേട്ടോ. ഒത്തിരി കടകളുണ്ട്, ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് കേട്ടോ. ശ്രീ നരസിംഹ ടെമ്പിൾ ഇവിടെ ഇന്ന് കണ്ട ടെമ്പിൾ ആണെന്ന് തോന്നുന്നില്ല, ലോഡ്ജ് ആണെന്നേ തോന്നുള്ളൂ. അങ്ങനത്തെ ബിൽഡിംഗ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ല ആ തീർത്ഥാടകരില്ലേ, അവരുടെ ക്രൗഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഒരു കൂട്ടമായിട്ടാണ് പറഞ്ഞത്. നമ്മൾ വഴി മാറി നിൽക്കും കേട്ടോ, അല്ലെങ്കിൽ കൂട്ടത്തിൽപ്പെട്ട് നമ്മളിങ്ങനെ എന്താ പറയണ്ടേ, നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. അവിടെ സൂക്ഷിച്ച് കണ്ടുമൊക്കെയാണ് കുട്ടികളെ കൊണ്ട് നടക്കുന്നത്. നല്ല കളർഫുൾ ഡ്രസ്സ് അല്ലേ അത്. ഇവിടെ ഒരുപാട് ഷോൾ ഉണ്ട് കേട്ടോ. ബാന്തിനി ഷോളുകളാണ് ഇവിടെ കാണുന്നത്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്, കളർഫുൾ. റോഡിൽ പശുക്കൾ. അതെ, ഇത് അങ്ങോട്ടൊക്കെ ഒന്നും അറിയാതെ ഒരാളെ കിടക്കുന്നു. പശുക്കളുണ്ട്, ഇപ്പുറത്തൊരാളുണ്ട്. നട റോഡിൽ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാം. പോണെങ്കിൽ ചെരുപ്പ് ഇവിടെ എത്തിട്ട് പോകാന്നൊക്കെ പറഞ്ഞ് ക്യാൻവാസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര്. നമ്മുടെ സാധാരണ പശുവിന്റെ ലുക്കല്ലല്ലോ കണ്ട, ഗീർ പശുക്കളാണെന്ന് തോന്നുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ നിൽക്കണ വേണ്ട, പശു വഴിമുടക്കി കിടക്കുന്നുണ്ടോ. കാറ് വന്ന് ഹോൺ അടിക്കുകയാണേ, എഴുന്നേക്കുന്നില്ല, അനങ്ങുന്നില്ലല്ലോ. അത് ഓടിക്കാൻ പോവാണ്. അവരിറങ്ങി നടന്നു പോണു. വിടില്ല ഞാൻ അനങ്ങുന്നില്ല. അവൻ തിരിഞ്ഞു പോണം, അവര് വേണം തിരിഞ്ഞു പോണം. അയ്യോ, ഇതുവഴി വണ്ടി വരാനുള്ള പ്ലാനാണോ? കാറ് മാറി. അപ്പൊ ഇത് ഈ കാണുന്നതാണ് കേട്ടോ പുഷ്കർ ലേക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ചുറ്റും കണ്ടോ, ചുറ്റും ഒരുപാട് ഘാട്ടുകളുണ്ട്, അതായത് ഒരുപാട് തീരം. അവിടെയൊക്കെ ഓരോ ക്ഷേത്രങ്ങളുണ്ടാവും, അവിടെയൊക്കെ പലതരത്തിലുള്ള പൂജകളുണ്ടാവും. ബ്രഹ്മാവിനെയാണ് കേട്ടോ ഇവിടെ ആരാധിക്കുന്നത്. ബ്രഹ്മാവിനായിട്ട് ഒരുപാട് പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്. ജലത്തെയാണ് പൂജിക്കുന്നത്, ഇവിടെ ഒരു വിഗ്രഹമല്ല, ജലത്തെയാണ് പൂജിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നില്ലേ താഴെ ആ റോസ് പെറ്റൽസ് ഒക്കെ കിടക്കുന്നില്ലേ, അപ്പം അതെന്ന് പറയുന്നത് പൂജ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ആ പൂജാരി അവിടെ നിന്ന് പറഞ്ഞതാണിത് ജലത്തെയാണ് പൂജിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് വിഗ്രഹത്തെ ഒന്നുമല്ല. ഇവിടുത്തെ പ്രധാന ഒരു നേർച്ചയാണ് കേട്ടോ, പൂജയാണിത്. അതായത് നമ്മുടെ പൂർവികർക്ക്, മരണപ്പെട്ടു
പോയ പൂർവികർക്ക് നമ്മൾ കർമ്മം ചെയ്യുമല്ലോ, അതായത് നമ്മുടെ നാട്ടിൽ ബലിയിടുക എന്നൊക്കെ പറയില്ലേ, കർക്കിടക വാവിന്, അതുപോലെയാണ് ഇവിടെ പൂജ ചെയ്യുന്നത് കേട്ടോ. മരിച്ചുപോയവരെ മനസ്സിലോർത്ത് നമുക്ക് അവർക്ക് വേണ്ടി ഇവിടെ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കും. Vashamo Deva